ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സീസണിൽ നടക്കാത്തൊരു കാര്യമാണ് അനിമോൾക്ക് സംഭവിച്ചത്. അനിമോൾ കിടക്കുന്ന കണക്ക് ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ഒരാളിങ്ങനെ ഒരു ഫ്ലോറിൽ ചുരുണ്ടുകൂടി ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഇതിനൊക്കെ ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? എല്ലാ ആഴ്ചയിലും ഈ 11 വീക്കിലും ലാലേട്ടൻ വന്നിട്ട് അനിമോളെ എന്തെങ്കിലും തരത്തിൽ അനിമോളെ ഒരു എപ്പിസോഡിലും ഇല്ല ലാലേട്ടൻ ഒന്ന് കുറ്റപ്പെടുത്താത്തതോ അല്ലെങ്കിൽ ഒന്ന് ശകാരിക്കാത്തതോ അല്ലാത്ത ഒരു വീക്ക് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്രയും തെറ്റ് ചെയ്യുന്നവരെല്ലാം മോനെ മോനെ എന്ന് വിളിച്ചിട്ടാണ് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ എന്തായിരിക്കും ആ നിവിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ? അതോ നിവിനെ ഈ ആഴ്ചയിൽ ലാലേട്ടൻ ആ മോനെ ഇരി മോനെ മോൻ നന്നായിട്ട് ഗെയിം കളിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമോ? കഴിഞ്ഞ ആഴ്ച തന്നെ വിശന്നവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ആ ഒരു തെറ്റ് അനിമോൾ ചെയ്തോളൂ. അതിനും അവൻ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. അതേ അനിമോടെ കണ്ണി കണ്ട ആ വീട്ടിലെ മൊത്തം പേർക്കും അത്താഴം കൊടുക്കാതെ രാത്രിയിൽ കട്ട് പൊട്ടിച്ച് 2 ക്യാപ്റ്റന്മാരിരുന്ന് കഴിക്കുന്നത്. എന്നിട്ട് അനിമോൾ ഒരു അക്ഷരം മിണ്ടിയിട്ടുമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ആ വൃത്തികെട്ടവനെ അതിനകത്ത് നിന്ന് ഇറക്കി വിടണം ലാലേട്ടാ. അതിനകത്ത് ഒരു ഇതും കാണിക്കലും ആ വൃത്തികെട്ടവനെ ഈ ആഴ്ച പുറത്താക്കണം. ആരെ സേവ് ചെയ്താലും സാരമില്ല, പക്ഷെ അവനെ പുറത്താക്കണം ഈ ആഴ്ച. അത്രയ്ക്കും ദ്രോഹമാണ് ഈ 11 ആഴ്ച കൊണ്ട് അവൻ ചെയ്യുന്നത്. അവന് ശരിക്കും ഈ ആഴ്ച ഇന്നലെ പുറത്താക്കേണ്ടതാണ്. അവൻ ആ വെള്ളം എടുത്ത് അങ്ങനെ ഒഴിച്ചപ്പോഴേ അവനെ പുറത്താക്കേണ്ടായിരുന്നു. ഇതേണക്കല്ലായിരുന്നു രജി സാറ് കണ്ണിൽ മുളക് തേച്ചെന്ന് പറഞ്ഞിട്ട് രജി സാറിനെ പിടിച്ച് 7 ദിവസം ഒരു റൂമിലിട്ട് പൂട്ടി ഭക്ഷണം പോലും കൊടുക്കാതെ 7ാമത്തെ ദിവസം പിടിച്ച് പുറത്താക്കിയില്ലേ. പിന്നെ ജസ്റ്റ് ഒന്ന് തള്ളിയതിന് ഡോക്ടർ റോബിനെ പിടിച്ച് 7 ദിവസം പരക്കാതിട്ട് പൂട്ടി എന്നിട്ട് 7ാമത്തെ ദിവസം പിടിച്ച് പുറത്താക്കിയില്ലേ. അവൻ ഇന്നലെ മോനും അവിടെ വിലസ് നടക്കല്ലേ. അപ്പോൾ ഇതൊന്നും ആരുടെയും കണ്ണി കാണുന്നില്ല. എത്രാമത്തെ തവണയാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഇത്രയും ക്രൂരത ഒരു പെൺകുച്ചിനോട് കാണിക്കുന്നത്? അപ്പം അവന് മാത്രം ഒന്നുമില്ല, ആരും അവനെ മാത്രം ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും അവനെ വന്ന് വളർത്തി കൊണ്ടുപോവുകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിൽമാരാർ പറഞ്ഞ സത്യം തന്നെയാണ്. അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവൻ്റെ കരണം അടിച്ച് പൊളിക്കണമെന്ന്. അതാണ് ചെയ്യേണ്ടത്, അതാണ് സത്യം. ഇത് പുറത്തായിരുന്നെങ്കിൽ അനിമോൾ തന്നെ അവനെ ചെയ്തേനെ. ഇത് അകത്തായതുകൊണ്ടാണ് അനിമോൾ ഇത്രയും ക്ഷമിക്കുന്നത്. ഒരു പരിധിയുണ്ട്, ക്ഷമയുടെ നെല്ലിപ്പലക എത്തി നിൽക്കുക അനിമോളെ. ഇത് ഈ ആഴ്ച ലാലേട്ടൻ വന്ന് അനിമോളെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ലാലേട്ട. ബിഗ് ബോസ് അടച്ച് പൂട്ടുന്നതായിരിക്കും നല്ലത്. 7 സീസൺ ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലൊരു സീസൺ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരാളെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കൂടെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുവരെ ആർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ കണക്കെങ്ങനെയാണ് അനിമോൾ അതിനകത്ത് കളിക്കുന്നത്? അപ്പോൾ അതും കൂടെ നോക്കണം. ഒരാളെ അത്രയും ദ്രോഹിക്കുമ്പം അയാൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കണം. പലരും നെഗറ്റീവായിട്ട് പുറത്തു വന്നിട്ടുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത ഒരു തെറ്റുകളും അനിമോളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ അതിനകത്ത് ഒരു സംശയവും ഇല്ല.